ഹലോ ഗൈസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് വനം വകുപ്പിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. സോ ദെറാദൂൺ ഉത്തരാഖണ്ഡിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. അതും ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/6/2026 വരെയാണ്. സോ ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ടെൻഷേറ്റീവ് ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജൂൺ 2026 ഈ ഒരു CBT ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ആണ്. ലെവൽ 6 ആണ് പേ ലെവൽ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 2 വേക്കൻസിയാണ്. അതും അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം ഗ്രാജുവേഷൻ ഇൻ ലൈബ്രറി സയൻസ് ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ഫീൽഡ് ഓർ ലാബ് റിസർച്ച് ആണ്. പേ ലെവൽ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 4 ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആണ്. അതും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ വേണം ഡിഗ്രി എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി തേർഡ് പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. ലെവൽ 4 ആണ് പേ ലെവൽ. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 2 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയിൽ മിനിമം 80 വേർഡ്സ് പെർ മിനിറ്റ് എങ്കിലും വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ട കാൻഡിഡേറ്റ്സിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി 4ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഫീൽഡ് ഓർ ലാബ് റിസർച്ച് ആണ്. ലെവൽ 3 ആണ് പേ ലെവൽ പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 11 വേക്കൻസി ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ++2 ആണ്. അതും സയൻസ് സബ്ജക്റ്റിൽ മിനിമം 60% എങ്കിലും മാർക്ക് വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട കാൻഡിഡേറ്റ്സിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ ആണ്. ലെവൽ 3 ആണ് പേ ലെവൽ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 3 ആണ്. സോ മിനിമം 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ മെയിന്റനൻസിലേക്കാണ്. ലെവൽ 2 ആണ് പേ ലെവൽ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് 9 ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ITA സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്ന ITA ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ്. അതായത് ലെവൽ 2 ആണ് പേ ലെവൽ. 8 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. മിനിമം 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡിനെ കുറിച്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഗാർഡ് ആണ്. ലെവൽ 2 ആണ് പേ ലെവൽ പറഞ്ഞിരിക്കുന്നത്. 7 വേക്കൻസീസ് ആണ് ടോട്ടൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് ഒരു 4th ലെവൽ സെലക്ഷൻ പ്രോസസ് ആയിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെഷർ ചെയ്യുന്നതായിരിക്കും. മെന്നിന്റെയും വുമന്റെയും കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മെൻസിന് 25 കിലോമീറ്റർ വോക്ക് ഇൻ 4 hours ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വുമൻസിന് 4 മണിക്കൂറിൽ 14 കിലോമീറ്റർ ആണ് വോക്ക് ചെയ്യേണ്ടത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. അതായത് MTS വേക്കൻസീസ് ആണ്. ലെവൽ 1 പേ ലെവൽ ആണ്. 45ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റിനായിട്ട് വിളിച്ചിരിക്കുന്നത്. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു CBT ടെസ്റ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്കിൽ ടെസ്റ്റുമാണ് ഉള്ളത്. ഇതുകൂടാതെ ഫോറസ്റ്റ് ഗാർഡിന് ഫിസിക്കൽ ടെസ്റ്റും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC EWS കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 1500 രൂപയും SC ST വുമൺ PWD കാൻഡിഡേറ്റ്സിന് 700 രൂപയാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ചോദിക്കുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.